രസകരമായൊരു കത്തുണ്ട്. കളക്ടർ കനൂരിൽ എഴുതിയ കത്തൊക്കെ മംഗലാപുരത്ത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞു. മംഗലാപുരത്തേക്കാൾ വലിയ ടൗൺ ആണല്ലോ കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് എന്നുള്ളത് ആ ഒരു കാലത്ത് മംഗലാപുരത്തിനേക്കാൾ വലിയ ടൗൺ ആണ്. അതിന് ഏറ്റവും ബ്രിട്ടീഷ് ഭരണത്തിൽ ഗുണം ചെയ്ത തീയ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവർ വിളിക്കുന്ന മറ്റു വിഭാഗം. പക്ഷെ തീയ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും ഇതിന് ഗുണഭോക്താക്കൾ. അതുവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ തീയ കമ്മ്യൂണിറ്റി ഒരു സുപ്രഭാതത്തിൽ അവര് കോൺട്രാക്ടറായി, അവര് ഹോട്ടലുകാരായി, ബേക്കറിക്കാരായി. നായന്മാരാകുമ്പോ രസ അത് ഒന്ന് രണ്ട് കത്തുകൾ നിങ്ങൾ വായിച്ച് അങ്ങനെ ഞെട്ടിപ്പോകും. ബ്രിട്ടീഷുകാർക്ക് നായന്മാരെ കുറിച്ചുള്ള അഭിപ്രായം. കോഴിക്കോട് കളക്ടർ ഗവർണർക്ക് എഴുതിയ പല കത്തിലും പറയുന്നത് ഇവരെങ്ങനെ ജീവിക്കുക, ഇങ്ങനെയാണെങ്കിൽ ഭാവിയിൽ എങ്ങനെ ജീവിക്കാൻ അറിയാത്തൊരു വിഭാഗം എന്നൊക്കെ എഴുതിയ കത്തുകളുണ്ട് കേട്ടോ. തിരുവിതാംകൂറിലും കൊച്ചി രാജാവൊക്കെ 1956 വരെയും രാജഭരണത്തിലായിരുന്നു. ഈ രാജഭരണം എപ്പോഴും അറിയാലോ, സവർണരാണ് രാജാക്കന്മാർ നമുക്ക് ഉണ്ടായിരുന്നത്. സവർണര് രാജാക്കന്മാരായതുകൊണ്ട് തന്നെ എപ്പോഴും അവരുടെ ഒപ്പം കൂടുന്ന സവർണരായിരിക്കും. ആ ജാതി വ്യവസ്ഥ അങ്ങനെ 1956 വരെ തുടർന്നു. ടിപ്പു വന്നു കഴിഞ്ഞപ്പോൾ അത് മുസ്ലിംസായി, മാപ്പിളമാരായി ടിപ്പുവിനെ കൊണ്ടുനടക്കലാണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ ഇല്ല, വളരെ കുറച്ചാണ്. അതുകൊണ്ട് ആ ജാതീയപരമായോ മതപരമായോ അവർക്ക് അതിലൊരു താല്പര്യമില്ല, സംഗതികൾ നടന്നാൽ മതി. അതിനു മുന്നിൽ നിന്നത് അതിൽ ഏറ്റവും ബ്രിട്ടീഷ് ഭരണത്തിൽ ഗുണം ചെയ്ത തീയ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവർ വിളിക്കുന്ന മറ്റു വിഭാഗം. പക്ഷെ തീയ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും ഇതിന്റെ ഗുണഭോക്താക്കളായി. അതുവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ തീയ കമ്മ്യൂണിറ്റി ഒരു സുപ്രഭാതത്തിൽ അവർ കോൺട്രാക്ടറായി, അവര് ഹോട്ടലുകാരായി, ബേക്കറിക്കാരായി. കോൺട്രാക്ട് ഞാൻ റെയിൽവേ ലൈൻ വലിക്കുന്നതിന്റെ എല്ലാത്തിന്റെ കോൺട്രാക്റ്റും അവരും മുസ്ലിംസുമാണ്. അതുവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട തീയ കമ്മ്യൂണിറ്റി പെട്ടെന്നാണ് നായന്മാരെ രസ അത് ഒന്ന് രണ്ട് കത്തുകൾ നിങ്ങൾ വായിച്ച് അങ്ങനെ ഞെട്ടിപ്പോകും. ബ്രിട്ടീഷുകാർക്ക് നായന്മാരെ കുറിച്ചുള്ള അഭിപ്രായം ഇവരെങ്ങനെ ഭാവിയിൽ ജീവിക്കുക ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കാരണം പോലീസിലോട്ട് ക്ഷണിച്ചു, ആർമിയിലോട്ട് വിളിച്ചു, പിന്നെ പലരും വിളിച്ചു. നായന്മാര് പറയാന്ന് വെച്ചാൽ ഇല്ല, ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് തൊടാൻ പറ്റില്ല, ഇതുണ്ട്, ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ബ്രിട്ടീഷ് കളക്ടർ അല്ല കോഴിക്കോട് കളക്ടർ ഗവർണർക്ക് എഴുതിയ പല കത്തിലും പറയുന്നത് ഇവരെങ്ങനെ ജീവിക്കുക, ഇങ്ങനെയാണെങ്കിൽ ഭാവിയിൽ എങ്ങനെ ജീവിക്കാൻ അറിയാത്തൊരു വിഭാഗം എന്നൊക്കെ എഴുതിയ കത്തുകളുണ്ട് കേട്ടോ. ഇത് ഞാനിങ്ങനെ പറയുന്നത് ഞാൻ നാളെ എൻ്റെ പുറത്ത് കുതിര കയറരുന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ കാലഘട്ടം വളരെ മോശമാണ്. അപ്പോ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒരു അധികാരത്തിലായി, ഇവർ അധികാരത്തിൽ വന്നു. നമുക്ക് 100-ലധികം കളക്ടർമാരുണ്ടായിരുന്നു 1946 വരെ. ഇതിൽ ഏറ്റവും അറിയപ്പെടുന്ന 3 കളക്ടർമാരാണ്. ഒന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കനോലിയാണ്. കനോലി എന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തീരില്ല, അത്രമാത്രം പറയാനുണ്ട്. കാരണം കോഴിക്കോടിനെ അത്രമാത്രം സ്നേഹിച്ചൊരു മനുഷ്യനാണ് കനോലി. പിന്നീട് വില്യം ലോഗൻ, പിന്നീട് റോബിൻസൺ. എപ്പോഴും കോഴിക്കോട് കാരണം ഓർക്കേണ്ടത് കനോലിയാണ്. പക്ഷെ കനോലിയെ നമ്മൾ ഒരു നന്ദി കാണിച്ചില്ല. കനോലിയെ നമ്മൾ കൊല്ലുകയാണ് ചെയ്തത്, മതഭ്രാന്തന്മാർ കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ഈ കനോലിയെ കുറിച്ച് പറയുന്നത് എന്താണ് ഈ കനോലിയുടെ നിങ്ങൾ ചോദിക്കും. കനോലിയാണ് ആദ്യമായിട്ട് ദളിതർക്ക്, ഇന്നത്തെ ഭാഷ ദളിതർ, അന്ന് പുലയർ ചെറുമക്കൾ എന്ന് പറയും, അവർക്ക് പബ്ലിക് റോഡിലൂടെ നടക്കാം എന്നുള്ള നിയമം കൊണ്ടുവരുന്നത്. അതിന് ബഹിരസ അദ്ദേഹം തഹസിൽദാർ ചോദിക്കുന്നുണ്ട്, ഞാൻ 7 പ്രാവശ്യം ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി ഇവരുടെ റോഡിൽ കൂടെ നടക്കാൻ, നിങ്ങൾ നടത്തിക്കണം. ഇതിങ്ങനെ ഗവൺമെന്റ് ഓർഡർ പാസ്സാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ജിയോ ഇറക്കാൻ പറയരുത്. ഓൾമോസ്റ്റ് ഞാൻ ഇറക്കിയിട്ടുണ്ട്, 7-8 കൽപ്പനകൾ ഇറക്കിയിട്ടുണ്ട്. തഹസിൽദാർമാര് പോലീസിന്റെ സഹായത്തോടുകൂടിയിട്ട് ഇവർക്ക് പേടിയുണ്ടെങ്കിൽ റോഡിൽ കൂടെ നടത്തിക്കുക എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹം. ഓക്കെ, അതിനേക്കാൾ എനിക്ക് രസകരമായി തോന്നിയത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നമ്മൾ ഇപ്പോഴും ഇതിപ്പോ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുകയാണ്, എന്നിട്ട് വരെ നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് റിസർവേഷൻ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷേ കനോലി അതിന് എത്രയോ കത്തുകൾ ഗവർണർക്ക് എഴുതി. നമ്മള് ഈ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ആ കാലഘട്ടത്തിൽ അവരുടെ ലൈഫ് വളരെ മോശമാണ്. അവർ അടിമകളെ പോലെയായിരുന്നു, വിൽപ്പന ഉണ്ടായിരുന്നൊരു. അപ്പൊ നമ്മൾ ഇവരെ റിസർവേഷൻ കൊടുക്കണം പ്രൈവറ്റ്. അപ്പോൾ ഗവർണർ പറഞ്ഞു ഓക്കെ യു കൻ ഡു ദാറ്റ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ബ്രൗണിന്റെ എസ്റ്റേറ്റ് നിങ്ങൾ കേട്ടു കാണും, അഞ്ചരക്കണ്ടിയിലാണ് ബ്രൗൺ എന്ന് പറഞ്ഞ അദ്ദേഹം ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഏക്കറുകളുള്ള പ്രൈവറ്റ്
പ്ലാന്റേഷൻ ഉള്ള ആളായിരുന്നു. വേറൊരു വിവരം കൂടെ ഉണ്ട്. ആദ്യമായിട്ട് രജിസ്ട്രാർ ഓഫീസ് നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ ഭൂമിയൊക്കെ വിൽക്കുമ്പോൾ രജിസ്ട്രാർ ഓഫീസിലൊക്കെ പോകും. ഈ രജിസ്ട്രാർ ഓഫീസ് മലബാറിൽ ആദ്യമായിട്ട് വരുന്നത് ഈ ബ്രൗണിന്റെ ഭൂമി കൈമാറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അഞ്ചരക്കണ്ടിയിലാണ് രജിസ്ട്രാർ ഓഫീസ് തുടങ്ങുന്നത്. അപ്പൊ ഈ ഇങ്ങനെയൊക്കെയാണ്. അതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹം കനോലി ചെയ്ത മറ്റൊരു വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോ നമുക്ക് എവിടെയും പോവാല്ലോ, ഓട്ടോറിക്ഷ ഉണ്ട്, ബസ്സുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. 1850കളിൽ 45 തൊട്ട് 55 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലാവധി. ആദ്യമായിട്ട് 15 വർഷം തുടർച്ചയായിട്ട് കളക്ടറായിരുന്ന ഒരു മനുഷ്യൻ ഇദ്ദേഹമായിരുന്നു. വില്യം ലോഗൻ വരെ ബ്രേക്ക് ഉണ്ട്, 2 പ്രാവശ്യമായിട്ടാണ് ആയത്. ഇദ്ദേഹം തുടർച്ചയായിട്ട് 15 വർഷം നിന്നിരുന്നു. ഇദ്ദേഹമാണ് കിഴക്ക് എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നദികൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ജലഗതാഗത മാർഗം അല്ലാണ്ട് വേറെ നമുക്കില്ല. അപ്പൊ നിങ്ങൾക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവുക വളരെ പ്രയാസമാണ്. നിങ്ങൾക്ക് യാതൊരു മാർഗവും ഇല്ല. കാരണം എന്ന് പറഞ്ഞാല് എല്ലായിടത്തും ഇങ്ങനെ പുഴകള് കടലിലോട്ട് പോവുകയാണ്. ഈ തോണി കടക്കാം എന്നല്ലാണ്ട് അന്ന് കാളവണ്ടികളില്ല, കുതിരവണ്ടികളില്ല, പല്ലക്കുകൾ മാത്രമേ ഉള്ളൂ. ഈ പല്ലക്കുകൾ തന്നെ 2 തരത്തിലാണ്. ഈ 2 തരത്തിലുള്ള, ഒന്ന് സാധാരണക്കാരന്റെ പല്ലക്ക്, ഒന്ന് രാജവിഭാഗത്തിന്റെ പല്ലക്ക്. രാജവിഭാഗത്തിന്റെ പല്ലക്ക് വഹിക്കേണ്ടത് നായന്മാരാണ്. ഈ സാധാരണക്കാരന്റെ മിഡിൽ ക്ലാസ് അല്ല, സാധാരണക്കാരൻ ഒരിക്കലും ഇത് സഹിക്കാൻ പൈസ പറ്റൂല. അപ്പൊ ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ വലിയ മെല്ലാസല്ലാത്ത ഇവരുടെയൊക്കെ പല്ലക്ക് വഹിക്കേണ്ടത് മുസ്ലിംസ് മുക്കുവരുമാണ്. ഈ ഇങ്ങനത്തെ 2 ചേർതിരിവുണ്ട് ഇതിന്. ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ കൊച്ചി വരെ പോകണമെങ്കിൽ കടൽ മാർഗം പോവാം. അതൊരു എളുപ്പമുള്ള കാര്യമല്ല. ഒരു തോണിയിൽ ഇപ്പൊ നിങ്ങൾക്ക് തിരുവനന്തപുരം വരെ പോകാനോ കൊച്ചിയിൽ വരെ പോകാനോ കഴിയില്ല. അപ്പോഴാണ് കനോലി പറഞ്ഞത്, ഇത് നമുക്ക് അവസാനിപ്പിക്കണം. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം, ഞാൻ ഉദാഹരണം പറയാ ഇത് മനസ്സിലാക്കാൻ, ഇതുവരെ പോകണമെങ്കിൽ നമുക്ക് എല്ലാ ജലഗതാഗതവും ബന്ധപ്പെടുത്തി ഒരു തോടുണ്ടാക്കാം. അങ്ങനെയാണ് കനോലി കനാൽ വരുന്നത്. കനോലി കനാൽ വരുന്ന ഫസ്റ്റ് റീച്ച് എന്ന് പറയുന്നത് കല്ലായി ടു എരഞ്ഞിപ്പാലം റീച്ചാണ്. കല്ലായിയിൽ നിന്ന് എരഞ്ഞിപ്പാലം വരെ നിങ്ങൾക്ക് പോവാം. അതിനുവേണ്ടി ഇതുണ്ടാക്കി, അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ പോകാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പോൾ റോഡുണ്ടാക്കിയ പിന്നെ കനോലി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അന്ന് എല്ലാവരും നിങ്ങളുടെയൊക്കെ അച്ഛനൊക്കെ ഓല വീട്ടിലാട്ടോ കഴിഞ്ഞു. നിങ്ങൾ 3000 സ്ക്വയർ ഫീറ്റ് ആണ് എൻ്റെ വീടെന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പൊ പറയുകയാണ്, നിങ്ങളുടെ അച്ഛൻ ഓല വീട്ടിലാണ് കഴിഞ്ഞു. ചിലപ്പോൾ അച്ഛൻ ഓല വീട്ടിലായിരിക്കും, അല്ല അച്ഛൻ്റെ ഓല വീട്ടിലാണ്, എൻ്റെയും നിങ്ങളുടെയൊക്കെ. അല്ലാണ്ട് നമ്മൾ ഈ 3000 സ്ക്വയർ ഫീറ്റിലൊന്നല്ല കഴിഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ തീപിടുത്തം വലിയൊരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് ബസാറുകളിൽ ഒരു അറ്റം തീ പിടിക്കാൻ തുടങ്ങിയാൽ അങ്ങേറ്റം വരെ കത്തി അങ്ങോട്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ അന്ന് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഈ സാധാരണ പ്രോപ്പർട്ടി 2 കൂട്ടർക്കേ ഉള്ളൂ മലബാറിൽ. ഒന്ന് നായന്മാർക്കായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിംസിനായിരിക്കും. ഈ 2 വിഭാഗത്തിന് പ്രോപ്പർട്ടി ഉള്ളൂ. ഒരു 5 ഏക്കർ 10 ഏക്കറിലൊക്കെ ഒരു വീട്. ബാക്കിയുള്ളവർക്കും വീടില്ലല്ലോ, വേറെ രീതിയാണ്. ബസാറുകളാണ് അടുത്തടുത്ത വീടുകളുണ്ട്. ഇത് ഒരു ഭാഗത്ത് തീ പിടിക്കാൻ തുടങ്ങിയാൽ അങ്ങേറ്റം വരെ വിതിൻ സെക്കൻഡ്സ് അത് തീ പിടിച്ച് കഴിയും. അപ്പൊ കനോലി പറഞ്ഞു, ദയവ് ചെയ്ത് ഇത് ഓടിടുക, എന്നാൽ നമുക്ക് തീപിടുത്തം ഒഴിവാക്കാം. അതിന് 2000 രൂപയോ 3000 രൂപയോ മറ്റിയാണ് 5 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. അങ്ങനെ പാലക്കാട് അഗ്രഹാരത്തിൽ പാലക്കാട് 30 അഗ്രഹാരമുള്ളത്. ഇതെല്ലാം ഇതിന് ഷോർട്ട് ടൈം ചെയ്തു. നമ്മുടെ കോഴിക്കോട് വലിയങ്ങാടിയും മിഠായി തെരും കൂടെ കൂടുന്നതിന് അവർ ഒരുമിച്ച് പറയുക കോഴിക്കോട്ടങ്ങാടി എന്നാ പറയുക. സത്യത്തിൽ രണ്ടുമാണ്, പക്ഷെ കോഴിക്കോട് അങ്ങാടി എന്ന് പറയുന്നത് ഇത് 2 കൂടെ ചേർന്നതാണ് ഒരുമിച്ച്. റെയിൽവേ വന്നപ്പോഴാണ് ഇത് 2 ആയത്, മാറിപ്പോയത്. വലിയങ്ങാടി അവിടെയും മിഠായിത്തെരുവ് ഇവിടെ ആയിപ്പോയത്. ഒരുമിച്ച് കിടക്കുന്ന ഒരു ഇതാണ് വലിയങ്ങാടി. ഇതിനാണ് 2000-3000 രൂപ കൊടുത്തിട്ട് 5 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇതായത്. അതിന് രസകരമായൊരു കത്തുണ്ട്. അതായത് സർ, കളക്ടർ കനൂരിൽ എഴുതിയ കത്താണ് കേരളർക്ക്. മംഗലാപുരത്ത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞു. മംഗലാപുരത്തേക്കാൾ വലിയ ടൗൺ ആണല്ലോ കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് എന്നുള്ളത് ആ ഒരു കാലത്ത് മംഗലാപുരത്തിനേക്കാൾ വലിയ ടൗൺ ആണ്. അപ്പൊ ഈ ടൗണിൽ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ, അതായത് ഓടിട്ട വീടാക്കി, പിന്നെ എന്താ പറയാ, ഹരിജനങ്ങൾക്ക് റിസർവേഷൻ കൊണ്ടുവന്നു, മറ്റേ ഈ കനോലി കനാൽ ഉണ്ടാക്കി. പിന്നെ അതിനേക്കാൾ വലിയൊരു വെച്ചാൽ, ഇപ്പൊ നിങ്ങളൊക്കെ വീടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ആശാരിമാര് നിങ്ങളോട് പറയുക,
എന്താ ആദ്യം പറയാ? തേക്ക് വേണം. മരത്തിന്റെ സ്ലിപ്പ് എടുക്കുമ്പോൾ തേക്ക് വേണം എന്ന് പറയും. അപ്പൊ തേക്ക് നിലമ്പൂർ തേക്ക് തന്നെ വേണമെന്നാ പറയാ. എന്താ നിലമ്പൂർ തേക്കിന്റെ പ്രത്യേകത? ഗ്രാന്യൂൾസ് കൂടുതൽ അതിലാണുള്ളത്. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, ആ ഗ്രാന്യൂൾസ് കൂടുതലുള്ളത് നിലമ്പൂർ തേക്കിലാണെന്നാണ്. അപ്പൊ നിലമ്പൂർ തേക്ക് വേണമെന്ന് ഇന്നത്തെ 2025 ആശാരി നിങ്ങളോട് പറയാ. അപ്പൊ ഈ തേക്കിൻ തോട്ടം, തേക്ക് എന്ന് പറയുന്നത് ടെക്ടോണ ഗ്രാൻഡിസ് എന്നാണ് ബൊട്ടാണിക്കൽ നെയിം. അതിന് ലാറ്റിൻ വാക്കാണ്, അതിന്റെ അർത്ഥം ആശാരിയുടെ സന്തോഷം എന്നാണ്. അപ്പൊ നമ്മുടെ ആശാരി മാത്രമല്ല, യൂറോപ്യൻ ആശാരിയുടെയും സന്തോഷം ഈ തേക്കാണ്. ഈ തേക്ക് ആദ്യമായിട്ട് പ്ലാന്റേഷനിൽ വെച്ചാല് കാട്ടിലുണ്ടാകും, പക്ഷെ ബോംബെ ഡോക്കിലെ ക്ഷാമം വന്നപ്പോഴാണ് ഇദ്ദേഹം ഇതിലോട്ട് തിരിയുന്നത്. 1500 ഏക്കറിലാണ് ഇദ്ദേഹം നട്ടത്. ഈ 1500 ഏക്കറിൽ ഇദ്ദേഹം നട്ടു എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ജീപ്പിൽ പോകുന്നു, കാറിൽ പോകുന്നു, അതൊന്നുമില്ല. അന്ന് കാറില്ല, ജീപ്പില്ല, ഒരു വസ്തു ഇല്ല. അപ്പൊ ഇയാള് കുതിരപ്പുറത്ത് പോയിട്ടാണ് 1500 നോക്കുന്നത്. ഒരു മേനോൻ ഉണ്ടെന്നല്ല, ശാത്തുമേനൻ, ഒരു അസിസ്റ്റന്റും ഉണ്ട്, തഹസിൽദാർ. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഇത് തുടങ്ങിയത്. അത് തൃക്കാളൂർ ദേവസ്വത്തിന് കുറച്ച് കടമുണ്ടായിരുന്നു. അപ്പൊ കനോലി പറഞ്ഞു, നിങ്ങളുടെ കടം ഞങ്ങൾ വീട്ടാം, നിങ്ങൾ ഇത്രയും ഏക്കർ എനിക്ക് തരൂ. 3000-4000 ഏക്കറാ വാങ്ങിച്ചത്. ഫസ്റ്റിൽ 1500 ഏക്കർ തുടങ്ങി. പക്ഷെ ഈ 1500 ഏക്കറിൽ ഇത് തൈ നടണല്ലോ, തൈ വേണം. ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, പരാജയപ്പെടുകയാണ്. ഓരോ പ്രാവശ്യം ഉണ്ടാകുമ്പോഴും 4-5 തൈകൾ ഉണ്ടാവുള്ളൂ. 1000-2000 ഒക്കെ വിത്ത് പാകുമ്പോഴും ഒരു 5 തൈ 10 തൈ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇയാൾ ഇതിനെക്കുറിച്ച് ഇതെന്താ, അപ്പൊ ഒരു തഹസിൽദാർ പറഞ്ഞു, ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം കുറച്ചുകൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കനോലി പറഞ്ഞു, കുറെ വിത്തുകൾ എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ആ ഇതില് അല്ല, കരിച്ചു കളയാനല്ല, എന്നിട്ടുണ്ടാകുന്നു. അങ്ങനെ കരിച്ചു കുറച്ചുകൂടെ ഉണ്ടായി, അതും പിന്നെ ഉണ്ടായില്ല. അങ്ങനെ അവസാനം ഇയാൾ ഇംഗ്ലണ്ടിൽ നിന്നൊരു ബോട്ടാണിസ്റ്റിനെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പുറമിട്ടുന്നില്ല. അദ്ദേഹം ഇവിടെ വന്നിട്ട് നിലമ്പൂരിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം എടുക്കൂ, നിങ്ങൾ ഈ വൈക്കോല് പൊടിയാക്കിയിട്ട് ആ മണ്ണിലെ ഒരു മിശ്രിതാക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് ചെയ്തപ്പോ 80% തൈകളും കിളുത്തു. അപ്പൊ കനൂല് ചോദിച്ചു, വൈ ദിസ്? അപ്പൊ അദ്ദേഹം പറഞ്ഞതല്ല, ഈ തേക്കിന്റെ വിത്തിന്റെ കട്ടി കൂടുതലാണ് ഈ വിത്തിന്. അപ്പൊ ഇത് ഈ വൈക്കോലാകുമ്പോ വെച്ചാൽ ഈ ചെതലുകൾ വരും. ചിതലുകൾ ഈ പുറത്തെ കട്ടി ഇത് തിന്നു തീർക്കും. അതുകൊണ്ടാണ് വേഗം കിളുക്കുന്നത്. അങ്ങനെയാണ് ഈ ഫസ്റ്റ് നഴ്സറിയിൽ ഇത് കിളിപ്പിച്ചെടുത്തതും ഈ നട്ടതും 1500 ഏക്കർ നട്ടതും. ഇപ്പൊ നിങ്ങൾ നിലമ്പൂരൊക്കെ പോവുകയാണെങ്കിൽ, നിലമ്പൂർ പോയിട്ടുള്ളവർക്ക് അറിയാം, 114 മരങ്ങൾ ഇപ്പോഴും ഉണ്ട്. മറ്റേ ഇത് പ്ലാന്റേഷൻ എന്നാ പറയാ, കനോലി ബ്ലോക്കില് 114 ഇത് ഇപ്പോഴും. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ അത് പോയി കാണുമെന്ന് പറയാൻ മാത്രം. അപ്പൊ ഇത്രയൊക്കെ ചെയ്ത വലിയൊരു മനുഷ്യനെ വധിച്ചു എന്നല്ലേ. ആദ്യം ഇങ്ങനെ ഭാര്യയും കൂടെ ഇരിക്കുമ്പോ പെട്ടെന്ന് വൈകുന്നേരം ഒരു 8-9 ഇടയ്ക്ക് ജയിൽ ചാടിയ 2 എമാനു തേനു എന്ന് പറയുന്ന 2 ജയിൽ പുള്ളികള് ചാടി വന്നിട്ട് സൈഡിൽ നിന്ന് വന്ന് കുത്ത് കാണിച്ചു. 27 കുത്താണ് കുത്തിയത്. മറ്റേ ഇടത് കൈ ഓൾമോസ്റ്റ് അറ്റ് പോയിരുന്നു. അതിനുശേഷം ഇവര് പോയി. അന്ന് പോലീസ് ഫോഴ്സ് ഇല്ലേ നിങ്ങളിലേക്ക്? അന്നൊരു പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു, ഹാലിയുടെ പോലീസ് എന്ന് പറയുന്നത്, ഹാലീസ് ഫോഴ്സ്. ഈ ഹാലി ആദ്യമേ പറഞ്ഞിരുന്നു, ശ്രദ്ധിക്കണം, പിന്നെ കനോലിക്ക് അപകട ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ കോഴിക്കോട് എന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ മുന്നണി കൊടുത്തിരുന്നു. ഈ ഹാലി എല്ലാ ഭരണാധികാരികളും ഒരുപോലെയാണ്, അവര് ഞെട്ടാൻ മിടുക്കരാട്ടോ. എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ അവര് ഞെട്ടും. അതുപോലെ ഈ കനോലി മരിച്ചതിന് ശേഷം ഇപ്പം ഞെട്ടിപ്പോയി, എല്ലാവരും ഞെട്ടി. അവര് പത്രപ്രസാധനത്തിൽ ഞങ്ങൾ ഞെട്ടി എന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം കൊടുത്ത മുന്നറിയിപ്പ് അവഗണിക്കുക ചെയ്ത്. അദ്ദേഹത്തെ വിളിച്ചത് അലാമിസ്റ്റിനാണ് വിളിച്ചത്. നിങ്ങൾ അകാരണമായ ഭീതി ഉണ്ടാക്കുന്ന ആളാണ്, ജനങ്ങളെ പേടിപ്പിക്കുന്ന ആളാണ്, ഇങ്ങനെ ചില പേരുകൾ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ഒതുക്കുക ചെയ്തു. ഈ പോലീസ് സൂപ്രണ്ടിനെ പോലെ അന്നത്തെ ഈ ആലിയെ തന്നെയാണ് ഈ കേസ് ഏർപ്പെടുത്തിയത്. ഈ 2 പേര് എമാലു തൈനോ ഇദ്ദേഹത്തെ കൊന്നതിന് ശേഷം രക്ഷപ്പെട്ടു പോയത് ഈ എടവണ്ണപ്പാറ പള്ളിയിലേക്കാണ്. പല സ്ഥലത്തും പോയി അവസാനം എടവണ്ണ പള്ളിയിലിട്ട് പോയി. അവിടുത്തെ ഈ പള്ളിയിലെ എന്താ ഹെഡിന്റെ പേരുണ്ടല്ലോ, ഇമാമാണ് പിന്നെ വിളിച്ചിട്ട് പറയുന്നത്, അധികാരികളോട് പറയുന്ന, 2 പേരും ഞങ്ങളുടെ പള്ളിയിലുണ്ട്, വന്നോളൂ എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഒരു മതനിരപേക്ഷതയുണ്ട്, സെക്യുലറിസത്തിന്റെ ഭാഗമുണ്ട്. കോഴിക്കോട് മുസ്ലിമായ കച്ചവടക്കാര് 500 രൂപ പ്രഖ്യാപിച്ചു.
ആരെ ഇദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുകയാണെങ്കിലും 500 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപനം നടത്തി മുസ്ലിം കച്ചവടക്കാർ കോഴിക്കോട്. അങ്ങനെയാണ് പിന്നെ ആര്യയുടെ പോലീസ് അവിടെ വരികയും രണ്ടുപേരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. പക്ഷെ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. 165 പ്രതികൾ അതിന്റെ പുറകിലുണ്ട്, ഗൂഢാലോചനയുടെ 165 പ്രതികളെ ഉണ്ടാകുകയും 27 കേസുകളായി കോഴിക്കോട് കോടതിയിൽ നടത്തുകയും അവസാനം അതിനെ പലരും മരിച്ചുപോയി. ഇതിലെ മുഖ്യ പ്രതി സാക്ഷി എന്ന് പറയുന്ന ഐഷ എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ്. അതിന് കുറെ പറയേണ്ട ഭാഗത്തിലോട് ഞാൻ കിടക്കുന്നില്ല. ഐഷയായിരുന്നു ഏറ്റവും സാക്ഷി. ഐഷയ്ക്ക് പിന്നെ ഭീഷണി ഉണ്ടായി, ഐഷയ്ക്ക് പിന്നെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെ അദ്ദേഹത്തെ ഇല്ലാതാക്കി. ഇനി ഞാൻ ഇതിന്റെ ചരിത്രത്തിലോട്ട് വരാൻ ഇത് പറഞ്ഞല്ലേ, ഞാൻ പറയില്ല കേട്ടോ. അപ്പൊ ഈ പിന്നീട് വന്ന കനൂലി മരിച്ചുപോയി. പിന്നീട് വന്ന കളക്ടറുടെ പേരാണ് ക്ലർക്ക്. ഇത് വെസ്റ്റ്ഹിൽ ബാരക്സിലാണ് സംഭവം. വെസ്റ്റ്ഹിൽ ബാരക്സ് ആയിരുന്നു ആദ്യത്തെ കളക്ടേഴ്സ് ബംഗ്ലാവ്. അവിടെ നിന്നാണ് സംഭവം നടക്കുന്നത്. പിന്നെ വന്ന ക്ലർക്കിന് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലർക്കിന്റെ പണിക്കാരും നിൽക്കുന്നില്ല, വീട്ടിൽ സർവൻസ് നിൽക്കുന്നില്ല, ആരും നിൽക്കുന്നില്ല. പിന്നെ വന്ന റോബിൻസൺ ആണ്. റോബിൻസൺ എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈ എടുത്ത കളക്ടർ. റോബിൻസൺ റോഡ് ഉണ്ടല്ലോ, ആ റോബിൻസൺ റോഡാണ് ഇപ്പൊ യാതൊരു മര്യാദ ഇല്ലാതെ നമ്മൾ 3 റോഡാക്കി മുറിച്ചു കളഞ്ഞത്. ഒന്ന് KP കേശവൻ റോഡ് മാതൃമയെ ചെയ്താൽ കുറ്റം പറയാനില്ല. മാതൃമി മുറിച്ചു കളഞ്ഞു. പിന്നെ അരവിന്ദ് ഘോഷ് റോഡാക്കി, ഇതൊക്കെ ആക്കി. ശരിക്കും അത് റോബിൻസൺ റോഡാണ്. നിങ്ങൾക്കൊരു റോഡിന് പേരിടുക അല്ലെങ്കിൽ ഇതിന് പേരിടുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എക്കാലത്തും ഓർമ്മിക്കാൻ വേണ്ടി, അതാണ്. അത് നിങ്ങൾ മാറി മാറി നിങ്ങൾ പല രാഷ്ട്രീയവും വരും, അല്ല പല മതവും വരും, ഇതിനനുസരിച്ച് മാറ്റുന്നത് തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാന്ന് ഞാൻ പറയും എപ്പോഴും. ഇന്ദിരാഗാന്ധി റോഡ് മാവൂർ റോഡാണ്, മാവൂർക്ക് പോകുന്ന റോഡ്. ഗോളി റൺസിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള റോഡാണത്. ജയിൽ റോഡ്, ആദ്യമായിട്ട് ജയിൽ പോകുമ്പോൾ ജയിലിലോട്ട് റോഡാണ്. ഇതിന്റെ ഒക്കെ പേര് മാറ്റേണ്ട കാര്യമില്ല. ഇപ്പൊ പിന്നെ ഉറൂബിന്റെ റോഡ്, ഉറൂബ് എന്ന വലിയ സാഹിത്യന്റെ റോഡാണ് സെൻട്രൽ ലൈബ്രറി തൊട്ട് ക്രൗൺ തിയേറ്റർ വരെ. അത് മാറ്റിയിട്ട് UA ഖാദർ റോഡ് എന്ന് പേരിടുന്നതിലും താർത്തുള്ളൂ. നമ്മുടെ ഭരണാധികാരികളാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്, അതിൽ ഒരു സംശയം വേണ്ട. ഞാൻ ഓരോരുത്തരോട്ട് കാട് കയറുകയാണ്. അങ്ങനെ ഈ കനോലി മരിച്ചതിന് ശേഷമാണ് പിന്നെ ഇവര് വരുന്നത്, നെക്സ്റ്റ് വരുന്നത്. അപ്പൊ ഇവരൊക്കെ ക്ലർക്കും റോബിൻസന്റെ ആൾക്കാരും ഗവർണർക്ക് കത്തെഴുതി, ഞങ്ങളുടെ ഇവിടെ ഒരു സർവൻസും വരുന്നില്ല, കാരണം ഇവിടെ പ്രേതബാധ ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് പ്രേതങ്ങളെ അറിയാം. നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ കണ്ടിട്ട് വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ എടുത്തല്ലോ എന്നൊരു പാട്ടൊക്കെ പാടിയിട്ട് വരുന്ന പ്രേതങ്ങളൊക്കെ എൻ്റെ പ്രായത്തിലുള്ളവർ കണ്ടിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് സിനിമയിൽ. ഇപ്പോഴത്തെ പ്രേതങ്ങൾ എങ്ങനെയാണ് എനിക്കറിയില്ല, ലേറ്റസ്റ്റ് സിനിമയിൽ. ഞങ്ങളുടെയൊക്കെ കാലത്തിൽ വൈറ്റ് സാരിയും വൈറ്റ് ഇത് എടുത്ത പ്രേതങ്ങളാണ്. അപ്പൊ ഇത് അങ്ങനത്തെ പ്രേതമല്ല. ഇത് കോട്ടും തയ്യൊക്കെ ധരിച്ചിട്ട് റമ്മും ബ്രാൻഡിയും വിസ്കിയൊക്കെ ചോദിക്കണം, കുറെ കൂടെ മൈലേജ് കൂടുതലുള്ള പ്രേതങ്ങളാണ്. അപ്പൊ ഈ പ്രേതങ്ങൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു സർവന്റും ഇല്ല. അപ്പൊ റോബിൻസൺ എഴുതി, ഇവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല, പുതിയ പിന്നെ കളക്ടേഴ്സ് ബംഗ്ലാവ് വേണം. അങ്ങനെയാണ് നമ്മളിപ്പൊ നിൽക്കുന്ന ഇവിടെ. ഇത് അക്കാലത്ത് ബെല്ലാഡ് എന്ന് പറഞ്ഞ ഒരു കളക്ടറുടെ സ്വന്തം ഉടമസ്ഥയിലുള്ള കെട്ടിടമായിരുന്നു. ബെല്ലാഡ് പിന്നെ അത് വേറെ ആൾക്ക് കൊടുത്തു. മാഗ്രിഗർ എന്ന് പറഞ്ഞ വേറൊരു കളക്ടർക്ക് വിറ്റു. മാഗ്രിഗർ എന്ന കളക്ടർക്ക് ലോഗൻ എന്ന കളക്ടർക്ക് വിറ്റു. അപ്പൊ ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടി അല്ല, പേഴ്സണലായ ഈ കളക്ടർമാരുടെ പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പൊ വില്യം ലോഗന് കോഴിക്കോടിന്റെ ഭരണാധികാരം കഴിഞ്ഞപ്പോൾ വില്യം ലോഗൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്, എനിക്ക് ഇത് വിൽക്കണം. അങ്ങനെയാണ് ഇത് ഒരു പോക്കറാജിക്കും വേറൊരു ബന്ധുവുണ്ട് ഒരാൾക്കും കൂടി, പോക്കറാജിയും വേറെ കുഞ്ഞമ്മദാജി, അങ്ങനത്തെ മറ്റേ ഈ 2 പേർക്കും കൂടി 18,000 രൂപയ്ക്ക് ഈ ബിൽഡിങ്ങോ ഈ സ്ഥലമോ, ഇപ്പൊ ഇതത്ര 3 ഏക്കറാണെന്ന് തോന്നുന്നുണ്ട്. ആദ്യം 3 ഏക്കറിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെൻട്രൽ സ്കൂളിലൊക്കെ വിട്ടുകൊടുത്തല്ലോ കുറെ സ്ഥാപനങ്ങൾക്ക് സർക്കാർ. ഇപ്പൊ 3 ഏക്കറുള്ളൂ. ഈ ഇതെല്ലാം കൂടി 18,000 പോക്കറാജിക്ക് വിറ്റുകൊടുക്കും. പോക്കറാജി എന്ത് ചെയ്യുന്ന വെച്ചാൽ പിടിക്കാനാ. പോക്കറാജി പറഞ്ഞു, ശരി എന്റെ കെട്ടിടത്തെ കളക്ടർ താമസിച്ചുള്ളൂ, പക്ഷെ മാസത്തിൽ 150 രൂപ കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ 150 രൂപ വാടകയ്ക്കാണ് പിന്നീടുള്ള കളക്ടർമാർ താമസിച്ചത്. അപ്പൊ ഗവൺമെന്റിന് തോന്നി ഇത് ശരിയല്ല, ഈ
പ്രൈവറ്റ് ഉടമസ്ഥയിലെ കളക്ടർമാർ താമസിക്കുന്നത് ശരിയല്ല എന്ന്. അത് തലയിൽ കയറി കഴിഞ്ഞപ്പോൾ അവരെ പോക്രാജിയോട് പറഞ്ഞു, ഡു വൺ തിങ്, പ്രോപ്പർട്ടി ഞങ്ങൾക്ക് തരും, നിങ്ങൾക്ക് വേണ്ട വില എന്ന്. അപ്പൊ അദ്ദേഹം പറയും 40,000 രൂപ തരൂ. 11,000 വാങ്ങിച്ചത് 40,000 രൂപ തന്നാൽ മടക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ 40,000 രൂപത്തിന് മടക്കി കൊടുത്തു സർക്കാരിന്. അന്ന് തൊട്ട് ഇത് കലക്ടേഴ്സ് ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള കലക്ടേഴ്സ് ബംഗ്ലാവായി. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് ട്രയൽ കോർട്ടും ഉണ്ടായിരുന്നു. ട്രയൽ ഈ കുറ്റവാളികളെ സ്ഥാപിക്കുന്ന ഒരു റൂമുണ്ടാ, കണ്ടിട്ടുണ്ടാവും? താൻ കണ്ടില്ല, അത് ഇവരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നതല്ല. അതിനായിട്ടുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ജനലുകളില്ല. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, വെച്ചിട്ടുണ്ടോന്ന് അഡ്രസ് അല്ല. ആകെ നിങ്ങൾ കാണുക വെന്റിലേഷനാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രതി, കുറ്റവാളികളെ താമസിക്കുന്ന സ്ഥലമാണല്ലോ, ഇതിൽ കൂടെ രക്ഷപ്പെടാന്ന് തോന്നി ഈ വെന്റിലേഷൻ പൊളിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്ന എവിടെയാണെന്നറിയോ? കടുവാക്കൂടില്ല. അത് കടുവകളെ അന്ന് കടുവാക്കൂടാണത്. അപ്പൊ ഏതെങ്കിലും പ്രതി ഈ വെന്റിലേറ്റർ പൊട്ടിച്ച് ഇതിലോട്ട് രക്ഷപ്പെട്ടു ഹാവ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു ചോദിക്കുന്ന കടുവയായിരിക്കും. അങ്ങനത്തെ ഒരു ഇതിവിടെയാണ്. ഇതിവിടെ ഇവിടെ ആയിരുന്നു മലയാറ്റൂർ താമസിച്ചത്. നമ്മുടെ കളക്ടർ മലയാറ്റൂർ വരെ ഇവിടെ താമസിച്ചിട്ടുണ്ട്. യന്ത്രം എന്ന നോവൽ എഴുതിയത് ഇവിടുന്നാണ്. നിങ്ങളിത് വായിച്ചവർക്കറിയാം. അദ്ദേഹം അക്കാവുമ്മയുടെ പട്ടികൾ കുരയ്ക്കുന്ന സ്ഥലം കേട്ടിരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മലയരുടെ ചെണ്ടമേളം കേൾക്കാം, ഉയർന്നു കേൾക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്നിപ്പോ മലയരുടെ ചെണ്ടമേളം കേൾക്കുമെന്ന് എനിക്കറിയില്ല. അക്കാവുമ്മയുണ്ടോ, അക്കാവുമ്മയുടെ നായുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചധികം സമയം എടുത്തു. താങ്ക് യു ഫോർ പാഷൻ. താങ്ക് യു സാറേ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളെ റെയിൽവേ വരുന്നതിന്റെ മുമ്പല്ലേ കോഴിക്കോടിന്റെ റെയിൽവേ 1888 1861 1888 ജനുവരി 2 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ വലിയങ്ങാടി അതുപോലെ തന്നെ മിഠായി തെരുവ് അതില് കട്ടായി പോയല്ലോ. അത് 1888 റെയിൽവേ ഓടുമ്പോ ആണല്ലോ. ഓടിയ ശേഷം 1901 തലശ്ശേരിയിലേക്ക് വരുന്ന റെയിൽവേ. അതിനുശേഷം കുറച്ച് ഗ്യാപ്പിന് ശേഷം, കാരണം വെച്ചാൽ നേത്രാവതി പാലം ഒന്നും ആയിട്ടില്ല. മാക്ലോയിഡ് എന്ന് പറഞ്ഞ എഞ്ചിനീയറുടെ ഇതിൽ അതിന്റെ പണി നടക്കുന്നുള്ളൂ. നേത്രാവതി പാലത്തൂടെ മംഗലാപുരത്ത് പോയവർക്കറിയാം, വളരെ നീളമുള്ള ബ്രിഡ്ജാണ്. കുറെ ടൈം എടുത്തതിന് ശേഷമാണ് അത് ഉണ്ടായത്. 1901 തലശ്ശേരിയിൽ എത്തുകയും പിന്നീട് കുറച്ച് വർഷങ്ങൾ എടുത്തതിന് ശേഷമാണ് മംഗലാപുരത്ത് എത്തുക. പറഞ്ഞോളൂ. ഡാറ്റകൾ കളക്ട് ചെയ്തിരുന്നു കണ്ണൂർ. ചെയ്തിരുന്നോ? അപ്പൊ അതില് മെഡ്രാസ് ആർക്കൈവ്സിൽ എനിക്ക് ഇവിടുന്ന് ആ ഭാഗം മുഴുവൻ ഇരുട്ടാണ്, നിങ്ങളുടെ മുഖം കാണാൻ പറ്റുന്നില്ല. അപ്പൊ ചിലരാണ് എനിക്ക് പരിചയമുള്ളത്. ആർക്കൈവ്സിൽ വരുന്ന പലരും എനിക്ക് പരിചയമുണ്ട്. 14 വർഷമാണ് ഞാൻ അവിടെ ആർക്കൈവ്സിൽ പോയിരുന്നത്. അപ്പൊ കുറെ പേരെ എനിക്കറിയാം. പക്ഷെ ഇവിടുന്ന് പെട്ടെന്ന് നോക്കുമ്പോ ബാക്കിലെ റോകൾ ഇരുട്ടായിട്ട് എനിക്ക് ഇവിടുന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരു വർഷം തിരിച്ചറിയാം. പറയാൻ കാരണം ഇവരെ പിന്നെ ഈ ബേപ്പൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് ഒരു സർവേ നടത്തിയിരുന്നു റെയിൽവേന്റെ. അപ്പൊ അതില് ഈ സർവേ നടക്കുന്ന സമയത്ത് ഫ്രഞ്ച് ഇതിലുള്ള മാഹി വഴി സർവേ നടക്കുമ്പോൾ ഫ്രഞ്ച് അവര് ഭയങ്കര ഓപ്പോസിഷൻ വന്നിട്ടുണ്ട്. കാരണം 2 രാജ്യങ്ങളല്ലേ. അപ്പൊ അവര് കുറെ ലെറ്റർ പോണ്ടിച്ചേരിയിലേക്കും പാരീസിലേക്കും ഈ ഫ്രഞ്ച് ടെറിട്ടറിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായത് നിങ്ങൾ വായിച്ചു കാണും. മീൻകാരി കോതയുടെ എന്നുള്ളൊരു ഇതുണ്ട്. നമ്മുടെ ഫ്രഞ്ച് ബേക്കറി ഇല്ലേ കോഴിക്കോട്, ഫ്രഞ്ച് ബേക്കറി നിൽക്കുന്ന 7 ഏക്കർ 35 സെന്റ് ഫ്രഞ്ച് ടെറിട്ടറി ആയിരുന്നു. അതായത് ഓൾ ഇന്ത്യ റേഡിയോ ആ പരിസരം തൊട്ട് കുറെ ഇങ്ങപ്പുറത്ത് നമ്മുടെ ഫ്രഞ്ച് ബേക്കറി ഫയർ സ്റ്റേഷനൊക്കെ നിൽക്കുന്ന 7 ഏക്കർ 35 സെന്റ് ഇതായിരുന്നു. അവിടെ ഒരു മീൻകാരി കോത മീൻ വിറ്റു. അപ്പൊ ഇംഗ്ലീഷുകാരന് തോന്നി ഇത് ശരിയല്ല, ഇത് ഞങ്ങളുടെ ടെറിട്ടറിയിലാണല്ലോ ഇവിടെ വിൽക്കുന്നത്, ഇവിടെ മാഹിക്കാരിയാണ്, എങ്ങനെ ഞങ്ങളുടെ ടെറിട്ടറിയിൽ വിൽക്കുക? അതൊരു ഇഷ്യൂ ആയി. അത് രാജ്യങ്ങൾ തമ്മിൽ പൊരുക്കുക. കാരണം വെച്ചാൽ മാപ്പ് ആരുടെയിലും ഇല്ല, ഇംഗ്ലീഷുകാരുടെ ഇല്ല, ഫ്രഞ്ചുകാരുടെ ഇല്ല. അപ്പൊ ഇംഗ്ലീഷുകാർ ഒരു ചേട്ടൻ മനോഭാവമുള്ളവരാണല്ലോ. ഫ്രഞ്ചുകാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കൂടെ പവർഫുള്ളാണ്. അത് പറഞ്ഞ് ശരിയായാലും യുദ്ധത്തിലോട്ട് പോകണമെന്നാണ്. ആ വലിയൊരു ഇഷ്യൂ ആയി, വലിയൊരു യുദ്ധമാകുമായിരുന്നു. ഇറ്റ് ഈസ് ടു അൺഫോർച്ചുനേറ്റ്. എന്തോ ഭാഗ്യത്തിന് ഈ മാപ്പ് പിന്നെ കണ്ടുകിട്ടി, അല്ലെങ്കിൽ അത് വലിയ യുദ്ധമാകുമായിരുന്നു. അതാണ് അങ്ങനെ ഇഷ്യൂ ഉണ്ടായിരുന്നു അവർ തമ്മില്, ഫ്രഞ്ചും. ഞാൻ കണ്ടെന്ന് പറഞ്ഞാല് പാറക്കടവ് പാലം റോഡാണ്, പിന്നെ ഈ മായി വഴിയുള്ള കണ്ണൂരിലേക്കുള്ള സർവേ. ഇത് രണ്ടും അവരെ ഓപ്പോസിഷൻ വരുമല്ലോ, അവർക്ക് അവരുടെ ടെറിട്ടറി. അപ്പൊ അതിനെ എതിർക്കണം. ഇപ്പൊ നമ്മളെ സിൽവർ ലൈൻ പ്രോബ്ലം പോലെ ഭയങ്കര വിഷയമായിരുന്നു. അതുപോലെ തന്നെ കണ്ണൂര് സ്റ്റേഷന് കണ്ണൂർ എല്ലാത്തിനും എതിരുണ്ടായിരുന്നു. കനോലി കനാല് കുടിച്ചപ്പോ എതിരുണ്ടായിരുന്നു. ട്രെയിൻ വരുമ്പോ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം തീ വണ്ടിയാണ്, തീ പ്ലസ് വണ്ടിയാണ്. വണ്ടി തീയും കൊണ്ടാ വരുന്നത്.
അപ്പൊ എന്റെ വീട് കത്തും. അപ്പോൾ എന്റെ 85 രൂപ തരൂ, എന്റെ വീട് ഏറ്റെടുത്ത് നടക്കുവോ? ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു മുഹമ്മദിന്റെ അപേക്ഷ വെച്ചിട്ടാണ് ഞാനൊരു ലേഖനം ആദ്യം എഴുതിയത്. മുഹമ്മദ് എന്നല്ല, ഒരുപാട് മുഹമ്മദ്മാരും ഒരുപാട് അല്ല മേനോന്മാരും കൃഷ്ണന്മാരും ഒക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്റെ വീട് എടുത്തുള്ളൂ, എന്റെ വീട് എടുത്ത് 65 രൂപ എന്നാൽ മതി, 35 രൂപ. വണ്ടി വന്നാൽ ഞങ്ങളുടെ വൈക്കോൽക്കൂന കത്തും, ഞങ്ങളുടെ വീട് കത്തും. തീവണ്ടി വരുമ്പോൾ പറഞ്ഞേക്കട്ടോ നിർത്തണമെങ്കിൽ ഇങ്ങനെ ഓരോ ചോദിക്കുന്നുണ്ട് പറഞ്ഞു. ഇതില് ഇതിലെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തീവണ്ടി വന്നപ്പോൾ ഏറ്റവും പ്രശ്നം ഇത് കത്തും എന്നുള്ളായിരുന്നു. വൈക്കോൽക്കൂന കത്തും, വീട് കത്തും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് കേരളത്തിൽ ആരും ഈ പശുക്കളെ കെട്ടിയിട്ട് വളർത്തുന്ന രീതിയില്ല, എല്ലാവരും അഴിച്ചു വിടുന്ന. നമ്മൾ ഈ ചാനലിലൊക്കെ വീടിന് മുമ്പിലെ പശുത്തൊഴുത്തൊക്കെ കാണും, അതൊക്കെ ലേറ്റർ പീരീഡാ, ആദ്യകാലത്തില്ല, എല്ലാവരും അഴിച്ചുവിടലാണ്. അപ്പൊ ഇതെന്ത് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ പോകുമ്പോൾ വല്ലാത്തൊരു ഇഷ്യൂ ആയി. അപ്പോഴാണ് ഈ നിങ്ങൾ വിശ്വസിക്കില്ല പറഞ്ഞാല്, ഈ ട്രെയിൻ പോകുന്ന ഈ പാതയുടെ 2 വശത്തും ഫെൻസിങ് ഉണ്ടായിരുന്നു, വേലി ഉണ്ടായിരുന്നു. ഇതിന് 100-ലധികം കത്തുകൾ നിങ്ങൾ ആർക്കേസിൽ പോയാൽ കാണാം. എന്റെ പാൽക്കാരന് വരാൻ പറ്റുന്നില്ല, എന്റെ മീൻകാരന് വരാൻ പറ്റുന്നില്ല, എന്റെ മറ്റവർക്ക് ബന്ധുക്കൾക്ക് വരാൻ പറ്റുന്നില്ല, ദയവ് ചെയ്ത് എന്റെ വീടിന്റെ മുമ്പിൽ ഒരു ഓപ്പൺ തരൂ, ഒരു ഓപ്പണിംഗ് തരൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കത്തുകളുണ്ട്. അപ്പൊ റെയിൽവേയുടെ 2 ഭാഗത്തും ഫെൻസിങ് ഉണ്ടായിരുന്നു തുടങ്ങിയപ്പോൾ. അതിൽ നിന്നാണ് എന്തുണ്ടായത്, പൊതു ആല എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ട്. നിങ്ങളെ പിന്നീട് അറിയും, പഞ്ചായത്തിലൊക്കെ അലിഞ്ഞിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങളൊക്കെ കെട്ടിയിടുന്ന ഒരു ഏർപ്പാട് പൊതുവാല. ആ പൊതുവാല തുടങ്ങിയത് റെയിൽവേ ബൈ പ്രൊഡക്റ്റ് ആണ് ഈ പൊതുവാല എന്നുള്ള കൺസെപ്റ്റ്. വസൂരിയും മറ്റേ കൊളറയും വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ മരിച്ചു. പക്ഷെ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പൊതു ശ്മശാനം എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാത്തിനും ഒരു എല്ലാ ചീത്തവശങ്ങൾക്കും ഒരു സൈഡ് ഉണ്ട്. പൊതുശ്മശാനം അന്ന് കൊളറിയും വസൂരിയും വന്ന് ഇത്രയും ആൾക്കാർ ദിവസം 100 പേരും 200 പേരും മരിക്കുന്നില്ലെങ്കിൽ നമുക്ക് പൊതുശ്മശാനം ഉണ്ടാവില്ല. അപ്പൊ പൊതുശ്മശാനം എന്നുള്ള ഇങ്ങനെ ഓരോന്നും വരുന്നത് ഓരോ സംഭവം. ഇനി എന്താ ചോദിച്ചത്? സാറെന്താ ചോദിച്ചത്? ഒറ്റ ക്വസ്റ്റ്യൻ കൂടി, നമുക്ക് സമയമുണ്ട്, അതിനുശേഷം ചെറിയൊരു ബ്രേക്ക്. ഈ 2ാം ലോക മഹായുദ്ധ കാലത്ത് കോഴിക്കോട് ബ്രിട്ടീഷുകാര് കോഴിക്കോട് എന്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നുണ്ടായിരുന്നു. ആ യുദ്ധത്തിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ കോഴിക്കോടിൽ ഉണ്ടായിരുന്നു. അല്ലെ, 2ാം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ താല്പര്യം പട്ടാളക്കാരെ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ആ പട്ടാളക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് അവര് നായർ റെജിമെന്റ് ഉണ്ടായിരുന്നല്ലോ. നായർ റെജിമെന്റ് മാത്രമല്ല, ജനറൽ ആയിട്ടുള്ള റെജിമെന്റും. അപ്പൊ അതിന് അവർ ഒരുപാട് പരസ്യം ചെയ്തു, ക്ലോക്ക് കൊടുത്തു, വാച്ച് കൊടുത്തു, ഇങ്ങനെ പല ഇതും കൊടുത്തുകൊണ്ട് ആൾക്കാരെ പട്ടാളത്തിലോട്ട് സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഇവിടുന്ന് പിന്നെ കുറെ പേര് പട്ടാളത്തിൽ എത്തിച്ചേർന്നിരുന്നു. പിന്നെ ദാരിദ്ര്യമായിരുന്നു, യുദ്ധത്തിന്റെ ദാരിദ്ര്യം എല്ലായിടത്തും ഉണ്ട്. അതിന് കഞ്ഞിപ്പുര എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. കഞ്ഞിപ്പുര, അതിന് പലയിടത്തും കഞ്ഞിപ്പുര ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ചാലിയത്തുള്ള ഒരു എന്താ ഉസ്മാൻ ഹാജിയോ എന്താ പറഞ്ഞ ഒരു ഹാജിയരൊക്കെ ഇതിലൊക്കെ വളരെ മുൻപന്തിയിൽ നിന്നിരുന്നു. ആ പാവങ്ങളെ സഹായിക്കാൻ, കഞ്ഞി കൊടുക്കാനൊക്കെ അങ്ങനത്തെ കുറെ പ്രമാണിമാര് കഞ്ഞി കൊടുക്കാനൊക്കെ മുന്നിൽ വന്നിരുന്നു. വളരെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിന്. പക്ഷെ പട്ടാളത്തിൽ കുറെ ആൾക്കാർ വിദേശ രാജ്യം കണ്ടു. അത് ഈ ലോറി കണ്ടിട്ട് ലോറിയിൽ കയറി ഇറങ്ങി യൂറോപ്പിൽ പോയിട്ട് പട്ടാളക്കാര്, ഇന്ത്യക്കാര്, കേരളക്കാര് ലോറിയിലോട്ട് കയറുകയും ലോറിയിൽ നിന്ന് ഇറങ്ങിയും പിന്നെ കയറാൻ അത്ര ഈ വാഹനം കണ്ടിട്ടില്ല. അങ്ങനത്തെ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇത് പറയുന്നുണ്ട്. കുറെ പട്ടാളക്കാർ അങ്ങനെ നായർ റെജിമെന്റ് ഉണ്ടായിരുന്നു, ജനറൽ റെജിമെന്റ് ഉണ്ടായിരുന്നു. മലയാളത്തിൽ നിന്ന് കുറെ പേര്, കേരളത്തിൽ നിന്ന്, അങ്ങനെ പല രാജ്യങ്ങളിലും പോയി മരിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ. നമ്മുടെ എന്നമ്പിള്ളയൊക്കെ സാറൊക്കെ പിന്നെ ആ ടൈമിൽ വായിച്ചല്ലേ, എന്നമ്പിള്ള സാറിന്റെ ആത്മഹത്യയൊക്കെ വായിച്ചാൽ അറിയാം. ബർമയിലൊക്കെ പോയിട്ടൊക്കെ കുറെ